എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സംബന്ധം എന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു വിവാഹ രീതി എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സംബന്ധം എന്നാൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ മുതിർന്ന പുരുഷ സന്താനങ്ങളല്ലാതെ താഴേക്കൊടയിലേക്കുള്ള എല്ലാ പുരുഷ കുട്ടികൾക്കും സ്വന്തം സമുദായത്തിൽ നിന്നിട്ട് വിവാഹം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവർ മറ്റിതര ജാതിയിൽ നിന്നിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നത്. അത് വളരെ വലിയ തോതിൽ നായർ, പിള്ള, മേനോൻ തുടങ്ങിയിരിക്കുന്ന ജാതിയിൽ നിന്നിട്ടും വളരെ ചെറിയ തോതിൽ ഈഴവ വിഭാഗത്തിൽ നിന്നിട്ടും ഉണ്ടായിരുന്നു. ഈഴവ വിഭാഗത്തിൽ എന്ന് പറയുമ്പം നിങ്ങൾ ചിലപ്പം താടിക്ക് വിരൽ കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ കൈ കൊടുക്കുമായിരിക്കാം. എന്നാൽ ചരിത്ര രേഖപ്രകാരം ഉണ്ട്. ചെട്ടികുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഈഴവ കുടുംബങ്ങളല്ലേ ഈ ക്ഷേത്രത്തിലെ തന്ത്രിമാർ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജാരിമാർ, ശാന്തിക്കാർ, അവിടെ ഉണ്ടായിരുന്ന ചില ഈഴവ കുടുംബങ്ങളുമായി പുലി ആചരിച്ചിരുന്നു. അതുപോലെ തന്നെ കായംകുളത്തുള്ള ദേവികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള അവിടുത്തെ പൂജാരിമാർ പന്തപ്ലാമൂട് എന്ന് പറയുന്ന ദേവികുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ഈഴവ കുടുംബവുമായിട്ട് ഇത്തിരി ഫിനാൻഷ്യലിയും എഡ്യൂക്കേഷണലിയും കൾച്ചറലിയും ഒക്കെ കുറച്ചുകൂടെ ഒരു ഹൈപ്പായിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ കമ്മ്യൂണിറ്റി പറയുന്ന പേര് പണിക്കർ, ചാന്നാർ, അങ്ങനെ മറ്റോ പേരാണ്. ആ കുടുംബമായിട്ടും ഒരു പുലി ആചരിച്ചിരുന്നു. അതിപ്പോഴും ആചരിച്ചു പോകുന്നുണ്ട്. വിഷയങ്ങളൊക്കെ തിരിച്ചു വരാം. അപ്പം ഭൂരിഭാഗവും നായർ വിഭാഗവുമായിട്ടും കുറച്ച് ഭാഗം ഈ ഈഴവരായിട്ട്, അത് ഒന്നോ രണ്ടോ കുടുംബങ്ങളേക്കുള്ളൂ. ചേർത്തല, ചെട്ടികുളങ്ങര, ദേവികുളങ്ങര, കരുനാഗപ്പള്ളി, പടനാരകുളങ്ങര ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രം. അങ്ങനെ അവിടെയുള്ള കുറച്ച് ഈഴവ കുടുംബവുമായിട്ട്, ചിലവല്ല ഒന്നോ രണ്ടോ കുടുംബങ്ങളിലായിട്ട്, മൈക്രോ മൈനോറിറ്റിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വിവാഹം കഴിച്ചു പോയിട്ട്, വിവാഹം എന്ന് പറയുന്നില്ല, അവരുടെ ലൈംഗിക ആസക്തിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി സംബന്ധം കൂടും, ആ കുടുംബമായിട്ട് ബന്ധപ്പെടും. അതുപോലെ തന്നെ മറ്റേതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധങ്ങളുണ്ടാവും, അതിനകത്ത് കുട്ടികളുണ്ടാവും. അതായത് കുട്ടികൾക്ക് പറയുന്ന പേര് ഔരസ്യ സന്താനങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ലീഗൽ അല്ലാത്ത അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത സന്താനങ്ങളാണ് ഔരസ്യ സന്താനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഔരസ്യ സന്താനങ്ങളുണ്ട്. മന്നത്ത് പത്മനാഭപിള്ള അവരൊക്കെ എന്ന് പറയുമ്പോൾ ഔരസ്യ സന്താനങ്ങളാണ്. അതായത് അച്ഛൻ ആക്സെപ്റ്റ് ചെയ്യാത്ത അമ്മയുടെ അഡ്രസ്സിൽ മാത്രം അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഈ കുടുംബങ്ങളൊക്കെ തന്നെ മരുമക്കത്തായം ഉള്ളതാണ്, മാട്രിലിനിയൽ കൾച്ചറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം വന്നതെന്ന് നമുക്ക് പറയാം. ഏകദേശം 2-3 നൂറ്റാണ്ടുകളിലേക്കാണ് ഈ വടക്കൻ ഇന്ത്യയിൽ നിന്നിട്ട് നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗങ്ങളൊക്കെ തന്നെ കേരളത്തിലേക്ക് കുടിയേറി വരുന്നത്. ഇവർക്ക് ഒരു വൈദിക സമ്പ്രദായമാണല്ലോ. വൈദിക സമ്പ്രദായത്തിൽ അവർക്കൊരു ലീനേജ് ഉണ്ട്. ഗോത്രം, സൂത്രം, പ്രവരം, വേദശാഖ എന്ന് പറയും. ഗോത്രം എന്ന് പറയുമ്പം ഇന്ന വേദത്തിൻ്റെ ഭാഗം, അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. ഈ വേദശാഖകൾ തമ്മിൽ തല്ലുകളുണ്ട്, അവർ തമ്മിൽ ക്ലാഷുകളുണ്ട്, ആക്സെപ്റ്റൻസ് ഇല്ല. ഋഗ്വേദത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ യജുർവേദത്തെ ഫോളോ ചെയ്യില്ല, യജുർവേദത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സാമവേദത്തെ ഫോളോ ചെയ്യുന്നവർ അഥർവേദത്തെ ഫോളോ ചെയ്യില്ല. അതാണ് വേദശാഖ. ഇനി അടുത്ത ചിലപ്പോൾ ഗോത്രമുണ്ട്. ഓരോ ഋഷിമാരുണ്ട്. വിശ്വാമിത്രന്, അതുപോലെ തന്നെ ഗൗതമന്, പരാശരന്, അങ്ങനെ ഒരുപാട് ഋഷിമാരുടെ ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിലും ക്ലാഷുകളുണ്ട്. ഇപ്പോൾ ഗോത്രം, സൂത്രം എന്ന് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കുന്ന കൽപ്പസൂത്ര ഗ്രന്ഥങ്ങളാണ്. ഈ കൽപ്പസൂത്ര ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് പരിണമിച്ചിട്ടാണ് പിന്നെ സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത്. മനുസ്മൃതി, ആപസ്തംഭ സ്മൃതി, ഉശാല സ്മൃതി, അംഗീര സ്മൃതി, അത്രിസ്മൃതി, അങ്ങനെ സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ പിന്നീട് ഈ കൽപ്പസൂത്ര ഗ്രന്ഥങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് വരുന്നത്. അപ്പം ഗോത്രം, സൂത്രം, പ്രവരം എന്ന് പറഞ്ഞാൽ ഈ മഹർഷിമാരാണ് ഇത്. ഇപ്പം ശ്വാവാശ്വത്ര പ്രവരാന്വിതം എന്നൊക്കെ പറയും. അത്രേ ഗോത്രം, ആപസ്തംഭ സൂത്രം, ആപസ്തംഭ കൽപ്പസൂത്രം, യജുർവേദ ശാഖ, ശ്വാവാശ്വത്ര പ്രവരം, അശ്വാവ് തുടങ്ങിയിരിക്കുന്ന ഋഷിമാരുടെ പ്രവരത്തിൽ കൂട്ടിയിട്ട് അങ്ങനെ ഒരുപാട് ലീനേജ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പം ഒരു ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർ സ്വന്തം ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കില്ല, സഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കില്ല, അസഗോത്രത്തിലെ വിവാഹം കഴിക്കുള്ളൂ. അപ്പം പരാശര ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കും. ഒന്ന് സമുദായം കറക്റ്റ് ആയിരിക്കണം. ആ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന പരാശര മഹർഷിയുടെ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന, അല്ലെ അത്രി മഹർഷിയുടെ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന ആൾ വേറൊരു ഗോത്രത്തിലായിരിക്കണം കല്യാണം കഴിക്കുന്നത്. അതായത് വല്ല
വസിഷ്ഠ ഗോത്രത്തിലോ വിശ്വാമിത്ര ഗോത്രത്തിലോ ഒക്കെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റും. അതിൽ സഗോത്രത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ല, അസഗോത്രത്തിലെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഇനി അസപിണ്ഡയായിരിക്കണം, അതായത് അമ്മ വഴി രക്തബന്ധം വരാൻ പാടില്ല. എൻ്റെ അമ്മയുടെ ബന്ധുക്കൾ എനിക്ക് കല്യാണം കഴിക്കാനും പാടത്തില്ല. അതുപോലെ ഈ വേദങ്ങളുണ്ട്, ഈ വേദശാഖകൾ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ കൽപ്പസൂത്രങ്ങൾ കറക്റ്റായിരിക്കണം, അതായത് അവർ ഫോളോ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ടെക്സ്റ്റ് ബുക്ക്, അവരുടെ കൾച്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ടെക്സ്റ്റ് ബുക്ക് സെയിം ആയിരിക്കണം. അങ്ങനെ ഒരുപാട് നിബന്ധനകളുള്ള ഒരു വിഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന വൈദികർ എന്ന് പറയുന്നത്. അവരവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം അവരിവിടെയുള്ള ഈ പൂജ, യജ്ഞം, ഹോമം തുടങ്ങിയ പരിപാടിക്കാണ് വരുന്നത്. അവരെ കൊണ്ടുവരുന്നത് അന്നുണ്ടായിരുന്ന കദംബ രാജാവിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് ഗവേഷണങ്ങളൊക്കെ വരുമ്പോൾ മേ ബി അത് മാറിയേക്കാം. അപ്പോൾ കദംബ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ബ്രാഹ്മണന്മാർ കൂടുതലായിട്ട് ഇൻവൈറ്റ് ചെയ്ത രീതിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഇവിടെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പരദേശികളായിരിക്കുന്ന അഭയാർത്ഥികളായിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസോ എക്സെപ്ഷൻസോ ഇല്ല. അപ്പോൾ അവരിങ്ങനെ കടന്നു വന്ന സമയത്ത് പുരുഷന്മാരെ മാത്രം മതിയല്ലോ വേദം അധ്യയനം ചെയ്യാനും ഒക്കെ. പിന്നെ ഇവർ നിലനിർത്തേണ്ട ആവശ്യം അവരുടെ തന്നെയായിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്ത്രീകളെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം കുറവാണ്, പുരുഷന്മാരുടെ എണ്ണം കൂടുതൽ. അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പം ഇവരുടെ ഈ പാരമ്പര്യം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, അവരെ ആ ഒരു ജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി പെട്ടിരിക്കുന്ന ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കണം. ഇപ്പോൾ ഒരു നായർക്ക് ഏതൊരു നായർ ജാതിയെ കല്യാണം കഴിച്ചാൽ പണ്ടൊക്കെ പിള്ള, മേനോൻ തുടങ്ങിയ അങ്ങനെയുള്ള ജാതികളെ കല്യാണം കഴിക്കാൻ ആ ജാതി മാത്രം മതി. പക്ഷേ ബ്രാഹ്മണരുടെ കാര്യത്തിൽ, കേരളത്തേക്ക് കുടിയേറി വന്ന ബ്രാഹ്മണരുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സമുദായം തന്നെ വേണം, അവരുടെ വേദശാഖ തന്നെ വേണം, അവരുടെ ഒരേ ഗോത്രം തന്നെ ആവാൻ പാടില്ല, ഒരേ പിണ്ഡത്തിൽ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈറ്റീരിയസും റൂൾസും റെഗുലേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊരു ഡിസിഷൻ എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലിയിലെ ആ ഫാമിലി നിലനിർത്താൻ വേണ്ടി ഏറ്റവും മുതിർന്ന പുരുഷ സന്താനം മാത്രം വിവാഹം കഴിക്കുക, ബാക്കിയുള്ള ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ പോയി എങ്ങനെയും പോയി ചേക്കേറട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ മുതിർന്ന സന്താനത്തിന് മാത്രം അവരുടെ സമുദായം, അവരുടെ മതം പ്രകാരം അവർ കല്യാണം കഴിച്ച് അങ്ങനെ പോയി. ബാക്കിയുള്ള പുരുഷ സന്താനങ്ങളൊക്കെ അവരുടെ കുടുംബവുമായിട്ട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇല്ലവുമായിട്ടോ അവരുടെ വീടുമായിട്ടോ അടുത്ത് നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു സോഷ്യലി ഒക്കെ ഇച്ചിരി ഹയറായിട്ടിരിക്കുന്ന ഒരു കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഒരു ജാതിയുമായിട്ടോ അവർ പോയി ബന്ധപ്പെടും. അപ്പം ആ കുടുംബങ്ങളിലൊക്കെ തന്നെ മാട്രിലിനിയൽ കൾച്ചറായി. ഇതുപോലെ തന്നെ ബ്രാഹ്മണന്മാരുടെ കൂട്ട്, അതല്ലെങ്കിൽ കുടിയേറപ്പെട്ടിരിക്കുന്ന സെമറ്റിക് ആൾക്കാരുടെയൊക്കെ കൂട്ട് പാട്രിയാർക്കിയൽ അല്ലെ പാട്രിലീനിയൽ കൾച്ചറല്ല, മാട്രിലീനിയൽ കൾച്ചറാണ് ഇവിടെ ഉണ്ടായിരുന്നത്, നേറ്റീവ്സിനും ഉണ്ടായിരുന്നത്. അത് നൂറ്റാണ്ട് യുദ്ധങ്ങൾക്കൊക്കെ ശേഷമാണ് സംഭവിച്ചിരുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, എളക്കുളം കുഞ്ഞമ്പിള്ളയെ പോലുള്ള ചരിത്രകാരന്മാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇന്നത്തെ പുതിയ പഠനങ്ങൾ പ്രകാരം ആ ഒരു സംവിധാനം തള്ളിക്കളയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും മാട്രിലിനിയൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവരങ്ങ് മാറുക. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബമായിട്ട് അവർ എഴുതിയൊന്നും ചേരുന്നില്ല. അവർ ദമ്പതി പ്രക്രിയകൾക്കും അതുപോലെ തന്നെ പുത്രസമ്പാദനത്തിനും ലൈംഗിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനും ശമിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു കൾച്ചർ തന്നെയാണ് അവർക്കുള്ളത്. കാര്യം എന്ന് പറയുമ്പോൾ പുരുഷന് പ്രാധാന്യമില്ല, ഇന്ന് പുരുഷന്മാർക്കാണ് പ്രാധാന്യമുള്ളത്. അന്നത്തെ കാലത്തിൽ കേരളത്തിലെ നേറ്റീവ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ, പൊതുവേ നമുക്ക് നായരെന്ന് പറയുമെങ്കിൽ പോലും മറ്റെല്ലാ സമൂഹത്തിൽ പെട്ടിരിക്കുന്നവർക്കും സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്വത്ത് ഉള്ളത് സ്ത്രീകൾക്കാണ്, സമ്പത്തുള്ളത് സ്ത്രീകൾക്കാണ്, ഒക്കെ തന്നെ. ഈഴവ കമ്മ്യൂണിറ്റി പെട്ടിരിക്കുന്നവർക്കും തീയന്മാർക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പല വീടുകളുണ്ട്. കോമലരകത്ത്, അലിമുട്ടിൽ തുടങ്ങിയിരിക്കുന്ന പല ഈഴവ തറവാടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലവ കമ്മ്യൂണിറ്റിയുടെ ഒരു വീടുകളൊക്കെ ഉണ്ട്. കുടുംബങ്ങളെന്നാണ് പറയുന്നത്, തറവാടുകളെന്ന് പറയാറില്ല. അവിടെയൊക്കെ തന്നെ മാട്രിലിനിയൽ കൾച്ചറാണ്, മരുമക്കത്തായമാണ്. അമ്മയ്ക്കാണ് ആ ഒരു അധികാരമൊക്കെ വരുന്നത്, അമ്മയ്ക്കും അമ്മയുടെ സഹോദരനും. അതായത് തിരുവിതാംകൂർ രാജകുടുംബം മുതൽ എല്ലാ ആൾക്കാരും ആ ഒരു മാട്രിലിനിയൽ കൾച്ചറാണ് ഫോളോ ചെയ്തുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ കുടിയേറി വന്നിരിക്കുന്ന കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിൽ പെട്ടിരിക്കുന്ന പുരുഷന്മാരുടെ ഇളയ പുരുഷന്മാർ, അപ്പൻ നമ്പൂതിരിമാർ അല്ലെ അപ്പന്മാരെന്ന് പറയും, അവർ ഈ പറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ പോയി ചേർന്ന് പഠിക്കും. ഇവർ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ സിവിൽ സർവീസുകാർ,
അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും പ്രിവിലേജസും അന്നത്തെ ബ്രാഹ്മണന്മാർക്ക്, നമ്പൂതിരിമാർക്ക്, ഭട്ടേരിപ്പാടുമാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബങ്ങളും തറവാടുകളും മത്സരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവർക്കുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്നു. ഇവർക്ക് താമസിക്കാൻ വേണ്ടി പ്രത്യേകം വീടുകൾ പണിഞ്ഞു വെച്ചിരുന്നു. അവരവിടെ തന്നെ താമസിക്കുന്നു. അവർക്കിഷ്ടമുള്ള സ്ത്രീകളെ കൊടുക്കാനും അവർ ശരിയായിരുന്നു. കാരണം ഇന്നത്തെ കൂട്ടുള്ള കുടുംബ സമ്പ്രദായങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീക്ക് നല്ലൊരു സത്സന്താനത്തിന് വേണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതാണോ പെണ്ണോ എന്നുള്ളത് കാര്യം. അല്ലാതെ ഭർത്താവുമായിട്ടുള്ള പ്രേമമിശ്രണമായിട്ടുള്ള ജീവിതമോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പല കുടുംബങ്ങളും പല തറവാടുകളും ഒക്കെ നിലനിന്ന് പോയിരുന്നു. ഇതാണ് ചരിത്രപരമായിട്ട് സംബന്ധമെന്ന ഒരു ജീവിത രീതിയുടെ പ്രത്യേകത. സംബന്ധം ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം പുരുഷന്മാരെ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ കുടുംബക്കാരും വിലക്കെടുക്കുകയായിരുന്നു, ഹയർ ചെയ്യുകയായിരുന്നു. ഏത് സമയത്തും ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഉപേക്ഷിക്കുവാനും ഒഴിമുറി വെച്ച് പുറത്താക്കുവാനും ഉള്ള കഴിവും കപ്പാസിറ്റിയും ഉണ്ടായിരുന്നു. എന്നാൽ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംബന്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പുരുഷന്മാരെ അനായാസിനടുത്ത് പുറത്തു കളയും. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ നമ്പൂതിരി അല്ലെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ പുറത്ത് കളഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് കുറേ സോഷ്യൽ സ്റ്റേറ്റസും പ്രിവിലേജസും എണ്ണത്തിൽ കുറവുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുടുംബക്കാരല്ല തറവാട്ടുകാർ അല്ലെങ്കിൽ ഈ ഒരു ജാതിക്കാരൊക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.